പോകാനിറങ്ങിയ പോക്കിൽ തിരിച്ചു കയറി വരിക എന്തെനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു കയറി വരുന്ന വരക്കമാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഒരുപാട് വൈറലായതാണ്, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ടേക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കണ്ണടച്ച് മേടിക്കാം. കാരണം ഒരു 5-6 വട്ടം 5-ആം 5-ആം ഞാൻ കഴുകിയിട്ടുണ്ട്. അതിൻ്റെ കളർ പോവുകയാവട്ടെ, നൂല് പൊങ്ങിയാവട്ടെ, ഒരു ഡാമേജും ഇല്ല, ഇടാനും സുഖമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, മേടിച്ചോ കേട്ടോ. കണ്ണും പൂട്ടി മേടിക്കാം. ഓൺലൈനിൽ മേടിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത് ചിലപ്പോഴല്ല, മൊത്തത്തിൽ ശരിയായി. അങ്ങനെ അവിടെ ചെന്ന് അമ്മൂമ്മ ചോറൊക്കെ ഉണ്ണിക്ക് കൊടുത്തു. ഞങ്ങൾ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു നാടൻ പൊട്ടി കിട്ടുമോ, ഭയങ്കര കുര. നാടൻ പൊട്ടിക്ക് ഉശിരി കൂടുമല്ലോ. വീടിൻ്റെ അകം കണ്ടോ ചേച്ചി, നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ നേരെ ഇങ്ങ് പുറത്ത് ചാടി, കാരണം അവിടെ മൊത്തവും ചെടികൾ. അടിച്ചു മാറ്റാൻ വല്ല ചെടിയും ഉണ്ടോ എന്ന് നോക്കിയതാണ്. നോക്കിയ വഴിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് വീഡിയോ പിടിച്ചു. സിറ്റൗട്ടിൽ മൊത്തം ചെടികളാണ്. ഞങ്ങളുടെ അവിടെ വെറുതെ നിൽക്കുന്ന ഈ പുല്ല് ചേച്ചി നല്ല അടിപൊളിയായിട്ട് വാതിലിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് ചേച്ചിയുടെ വീഡിയോ പിടിക്കാൻ നോക്കി, ചേച്ചി സമ്മതിച്ചില്ല. അവസാനം ഫ്രെയിമിൽ അപ്പച്ചി വിട്ടു. പിന്നെ എങ്ങനെ അവൾ ഒപ്പിച്ച് കേട്ടോ ഇച്ചിരി. പിന്നെ ഈ കയറുന്നത് അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയല്ല കേട്ടോ. വഴിയിലൊക്കെ നിർത്തി കണ്ട ചെടിയെല്ലാം ഒടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് കുഞ്ഞു വാവയുടെ വള ചെറുതായിരുന്നു. അപ്പം വലിയൊരു കരിവള മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിഡ്സ് വേൾഡിൽ കയറിയപ്പം അവിടെ കണ്ടതൊക്കെ ഉണ്ണി എടുത്ത് വെച്ച് നോക്കും. ഞാൻ വള തപ്പുന്ന സമയം കൊണ്ട് അങ്ങനെ തപ്പി അവസാനം അവളൊരു ബുക്ക് കണ്ടുപിടിച്ചു. എന്നോട് പറഞ്ഞത് മേടിക്കാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം, കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷും മാത്സും ഒക്കെ ഉള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് പ്രിൻറ്റിങ് റേറ്റ് എന്നാണോ അതോ കുറയ്ക്കുമെന്ന്. പക്ഷേ കുറച്ച് കിട്ടിയില്ല, ചോദിച്ചത് വെറുതെ ആയിപ്പോയി. അവസാനം വള മേടിക്കാൻ വന്ന ഞാൻ ബുക്കും കൊണ്ട് ഇറങ്ങേണ്ടി വന്നു. പിന്നെ വരുന്ന വഴിക്ക് വേറൊരു കടയിൽ കയറി, അവിടുന്ന് ഭാഗ്യം കറക്റ്റ് അളവിന് വള കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഓക്കെ സി യു.